നിത്യം ഹിതാഹാരവിഹാരമാർന്ന് നിരീക്ഷ ചെയ്തും വിഷയം വെടിഞ്ഞും ദാനം സമത്വം ക്ഷമ സത്യമാർന്നും സൽസേവിയായാൽ അവനെന്തു രോഗം. ഈ സാധാരണ നിത്യമായിട്ട് ഹിതാഹാരവിഹാര സേവിയായിരിക്കുക, നിത്യം നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ അത്യാവശ്യം വ്യായാമം ചെയ്യുക, ഇതാണ് വിഹാരങ്ങൾ. പിന്നെ നുണ പറയാതിരിക്കുക, സത്യമായിട്ട് നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുക, വിഷയത്തിൽ അതിസക്തനാകാതിരിക്കുക, വിഷയേഷു അതിസക്തനാകാതിരിക്കുക. വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീ സംഗമം, അതിയായി സ്ത്രീ സംഗമം ചെയ്താൽ പല രോഗങ്ങൾക്കും കാരണമാകും. അങ്ങനെ അതൊരു ആധി മൂത്താൽ വ്യാധി എന്ന് മുൻ പറഞ്ഞ പോലെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെറും കാമഭ്രാന്ത് കൊണ്ട് പലരും രോഗിണിയായി തീർന്നിട്ടുണ്ട്, രോഗിണിയായും രോഗിയായും തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് വിഷയേഷ്വസക്ത, വിഷയങ്ങളിൽ ആസക്തനാകാതിരിക്കുക, ഒരു സാധാരണ പോലെ ഉള്ള വിഷയത്തിൽ പ്രവർത്തിക്കുക. അല്ലാതെ വളരെയധികം എത്രയായാലും പോരാം എന്നുള്ള ഇന്നത്തെ പലരെ പോലെയുള്ള ആ ചിന്താഗതി മാറ്റണം എന്നാണ് വാഗ്ഭടാചാര്യർ പറയുന്നത്. വിഷയേഷ്വസക്ത എന്നുള്ള വരിയിൽ. പിന്നെ സത്യം പറയുക, മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുക. മഹാത്മാഗാന്ധി തുടങ്ങി നല്ലവരായ ആൾക്കാരെ പിന്തുടർന്ന് അവരവരുടെ നല്ല ശീലം നമ്മളിൽ വളർത്താൻ നോക്കുക. എന്നാൽ യാതൊരു വിധത്തിലുള്ള രോഗവും ഉണ്ടാകില്ല. നിത്യം ഹിതാഹാര വിഹാരസേവീ സമീക്ഷ്യകാരി വിഷയേഷ്വസക്ത ദാതാ സമ. എല്ലാവരെയും സമന്മാരായിട്ട് കാണുക, അതൊരു പ്രധാന കാര്യമാണ്. നമ്മളെപ്പോലെയാണ് മറ്റുള്ളവരും എന്നുള്ളത് കാണുക. അതാണ് തത്വമസി. അത് ദഹിച്ച് വരുവാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. നമ്മളെപ്പോലെയാണ് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ആത്മവൽ സതതം വശ്യയിൽ ദബി കീടപിപീലികം. ഉറുമ്പിനെ പോലും നമ്മൾ രണ്ടുപേരുടെയും ആത്മാവ് ഒന്നാണ് എന്നുള്ള ചിന്ത വരികയാണ്. അത് വന്നാൽ യാതൊരു വിധത്തിലുള്ള രോഗവും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ദാനം സമത്വം ക്ഷമ സത്യമാർന്നും എന്നാണ്. സൽസേവിയായാൽ ദാനം സമത്വം, എല്ലാവർക്കും ഒരുപോലെ ദാനം ചെയ്യുക. സമത്വം ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമാബലം അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ എന്നുണ്ട്. ക്ഷമ എല്ലാവർക്കും നല്ലതാണ്, ശക്തന്മാർക്കും അശക്തന്മാർക്കും. ഇപ്പോൾ ശക്തന്മാരായിട്ടുള്ളവർക്ക് ക്ഷമ ഇല്ലെങ്കിൽ അത് അവരെ എല്ലാവരും കൂടി കൂടുതൽ ഒന്നിച്ചാക്രമിച്ച് അവരെ ദോഷപ്പെടുത്തും. അല്ല, ശക്തി ഇല്ലാത്തവരാണെങ്കിലോ അത് ക്ഷമ വളരെ നല്ലതുമാണ്. അതുകൊണ്ട് ക്ഷമ, എല്ലാറ്റിനും ക്ഷമിക്കുക. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോഴും എല്ലാം ക്ഷമിച്ചാൽ നമുക്ക് അതൊരു ദോഷവും വരില്ല. കേട്ടാൽ ചിരിച്ചു പോകുന്ന അസുഖമാണ് എൻ്റേത്. ഇതൊരു അസുഖമാണോ എന്ന് പോലും അറിയില്ല. ഇവിടെ എവിടേക്കെങ്കിലും നോക്കുമ്പോൾ കറുത്ത ഒരുതരം പാടുകൾ നീങ്ങുന്നത് പോലെ കാണുന്നു. പൊന്നീച്ച പറക്കുക എന്ന് പറയും പോലെ. കൂട്ടുകാരോട് പറയുമ്പോൾ കളിയാക്കുന്നു. കാഴ്ചയ്ക്ക് കുറവൊന്നുമില്ല. ഇതെന്തെങ്കിലും അസുഖമാണോ, മരുന്നുകൾ ആവശ്യമുണ്ടോ എന്നാണ് വിജയലക്ഷ്മി പാച്ചല്ലൂർ തിരുവനന്തപുരത്ത് നിന്ന് ചോദിക്കുന്നത്. ഇത് മൈഗ്രെയിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുക. കണ്ണിൻ്റെ മുമ്പിൽ വട്ട് കാണുക, ഈച്ച പറക്കുക എന്നിങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാവുക. ഇത് വട്ടത്തിൽ പോയിട്ട് പിന്നെ അതങ്ങോട്ട് ഇല്ലാണ്ടാവും ആ കളറ്, ആ നിറം. ഇതിന് മൈഗ്രെയിനുള്ള ചികിത്സ ചെയ്താൽ മാറാറുണ്ട്. പഥ്യാക്ഷധാത്രിയാദി കഷായം 15 ml കഷായത്തിൽ 30 ml തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കാലത്ത് വെറും വയറ്റിലും വൈകുന്നേരം 5 മണിക്കും കഴിക്കുക. കാലത്ത് കഴിക്കുമ്പോൾ ഒരു 1/2 ഔൺസ് ദീപ്യകരസം എന്ന് പറഞ്ഞ മരുന്ന് അതിൽ ചേർത്ത് കഴിക്കുക. വൈകുന്നേരം യോഗരാജഗുൽഗുലു ഗുളിക ചേർത്ത് കഴിക്കുക. പിന്നെ അശ്വഗന്ധാദി ചൂർണം ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുക. 15 ഗ്രാം വരണാദി നെയ്യ് രാത്രി കിടക്കാറാകുമ്പോൾ കഴിച്ച് കുറച്ച് ചൂടുവെള്ളം കുടിക്കുക. പിന്നെ തലയിൽ ബലാഹടാദി വെളിച്ചെണ്ണ തലയിൽ തേച്ച് കുളിക്കുക. വെളിച്ചെണ്ണയാണ് തേക്കണ ആളെച്ചാൽ, അല്ലെങ്കിൽ നല്ലെണ്ണ തേക്കാം. ഇത് ഒരു മാസത്തെ ചികിത്സ കൊണ്ട് കണ്ണിൻ്റെ മുമ്പിലുള്ള ആ രോഗം മാറുന്നതാണ്. വട്ട് പോവുക, അല്ലെങ്കിൽ വട്ടിങ്ങനെ വട്ടത്തിൽ കാണുന്നത് പോകുകയും അല്ലെങ്കിൽ ഈച്ച പറക്കുന്നതായ ഒരവസ്ഥ ഇല്ലാതാവുകയും ചെയ്യും. 24 വയസ്സുണ്ട്. ഒരു വർക്ക്ഷോപ്പിൽ വെൽഡറായി ജോലി നോക്കുന്നു. നിലത്തിരുന്ന് ചെയ്യുന്ന ജോലിയാണ്. 4 വർഷമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാൽമുട്ടുകളിലും മറ്റും ഭയങ്കര വേദനയുണ്ട്. കക്കൂസിലിരിക്കാൻ പോലും കഴിയുന്നില്ല. ജോലി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് പോലും പേടി തോന്നുന്നു. മറ്റൊരു ജോലി അറിയുകയുമില്ല. ആയുർവേദം നല്ലതാണെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു.
ജീവധാരയിലേക്കൊന്ന് എഴുതി നോക്കാൻ അവരാണ് പറഞ്ഞത്. ചികിത്സ പറഞ്ഞു തരുമോ? സുകുമാരൻ തൃപ്പൂണിത്തറയിൽ നിന്ന് ചോദിക്കുന്നു. ഈ രോഗം രക്തവാതത്തിൻ്റെ തുടക്കമാകാനാണ് സാധ്യത. രക്തവാതം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതായ രോഗം, അല്ലെങ്കിൽ ഓഷ്യോ ആർത്രൈറ്റിസും ആകാം. നീരും ഒക്കെ ഉണ്ടെങ്കിൽ ഓഷ്യോ ആർത്രൈറ്റിസും ആകാം. ഈ ഓഷ്യോ ആർത്രൈറ്റിസ് ആണെങ്കിൽ ഈ മുട്ട് തിരിയുവാൻ ഉള്ള ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകം കട്ടിയാകുന്ന ഒരവസ്ഥയാണത്. അതിനെല്ലാം ആയുർവേദത്തിൽ ഇതിന് രക്തവാത ചികിത്സയാണ് ചെയ്യുന്നത്. രക്തവാത ചികിത്സ ആയുർവേദത്തിൽ പരമപ്രധാനമായി ഫലപ്രദമായ ഒരു ചികിത്സയാണ്. അത് ആ ചികിത്സ ചുരുക്കത്തിൽ ഇവിടെ പറയാം. കഷായം രാസിനേരണ്ടാതി കഷായമാണ് ഈ ഘട്ടത്തിൽ കൊടുക്കുക പതിവ്. അത് 15 ml കഷായത്തിൽ 45 ml തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കാലത്തും വൈകുന്നേരവും കഴിക്കുക. കാലത്ത് 10 തുള്ളി മഹാബലാ തൈലം ചേർത്തും വൈകുന്നേരം ഒരു നവഗുൽഗുലു ഗുളിക ചേർത്തും കഴിക്കുക. പിന്നെ യോഗരാജ ചൂർണം ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുക. 15 ഗ്രാം ഗുൽഗുലു തിക്തകം നെയ്യ് രാത്രി കിടക്കാറാകുമ്പോൾ കഴിക്കുക. പിണ്ടത്തൈലവും സഹചരാതി തൈലവും സമം കൂട്ടി ചൂടാക്കിയിട്ട് പുരട്ടുക. ഈ തൈലം പുരട്ടണ്ട എന്നുള്ള ഒരു ഘട്ടമുണ്ട്. നീരൊക്കെ കൂടിയ സമയത്ത് തൈലം പുരട്ടരുത് എന്നൊരു അഭിപ്രായക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ കൊട്ടൻ ചുക്കാതി ചൂർണം പുളിയില ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ഇട്ട് കുറുക്കി ഈ കാലുമ്പൽ മുട്ടിമ്മൽ നീരുള്ള സ്ഥലത്ത് പുരട്ടി എരിക്കില വാട്ടി വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടുക. 2 മണിക്കൂർ കഴിഞ്ഞാൽ കഴുകിക്കളയുക. ഇത് 1 മാസം ചെയ്താൽ ഒരു സാമാന്യമായി ഇരിക്കാനും നടക്കുവാനും എല്ലാം പറ്റും.